അടപ്രഥമനും കടലപ്രഥമനും ഇഷ്ടമല്ലാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ. നമുക്കിനി ഇത് രണ്ടും ചേർത്ത് ഒരു കിടിലൻ പായസം ഉണ്ടാക്കിയാലോ. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് അട വേവിക്കാൻ തുടങ്ങാം. അതിനായി ഒരു കുക്കറിൽ 3 ലിറ്റർ വെള്ളം ഒഴിക്കാം. 400 ഗ്രാം അട എടുത്തത് കൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചത്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് അട അതിലേക്കിടാം. അട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിളക്കാം. ഇനി ഇത് 1 മണിക്കൂർ അടച്ചു വെക്കാം. അട നല്ലപോലെ ഒന്ന് വേവട്ടെ. അട വേവുന്ന സമയം കൊണ്ട് കടലപ്പരിപ്പ് 1-2 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കാം. $200 ഗ്രാം കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനുണ്ട്. അടുത്തതായി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാം. 1 കിലോ 200 ഗ്രാം ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായി അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇത് തിളച്ച് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അട വെന്തോന്നൊന്ന് നോക്കാം. അട നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ 2-3 തവണ കഴുകി വെള്ളം തോരാൻ വെക്കാം. അടുത്തതായി കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ആ വെള്ളത്തോടു കൂടി കുക്കറിലേക്ക് ഒഴിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. കടലപ്പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. പായസത്തിന് നല്ലത് ചെറിയ തരിയുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത്. ഇപ്പം കടല നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. പായസം ഉണ്ടാക്കുന്നതിനായി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാകുമ്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കുറച്ച് തേങ്ങാക്കൊത്തിടാം. തേങ്ങയുടെ നിറം ചെറുതായി മാറി വരുമ്പോൾ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ചേർക്കാം. അണ്ടിപ്പരിപ്പിന് ഇളം ഗോൾഡ് നിറമാകുമ്പോൾ 50 ഗ്രാം കിസ്മിസ് കൂടി ഇടാം. കിസ്മിസ് മൂത്ത് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനിയും ഇതേ ഉരുളിയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം. ശർക്കര മൂത്ത് വരുമ്പോൾ അടയിടാം. അട കുറച്ച് വഴണ്ട് വരുമ്പോൾ ഉടച്ചു വെച്ച കടലപ്പരിപ്പും കൂടെ ചേർത്തിളക്കാം. അടയും കടലയും നന്നായി വഴണ്ടു വരുമ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ വേവിച്ച 2 ടേബിൾ സ്പൂൺ ചൗവരി കൂടി ഇതിലേക്കിടാം.
ചവ്വരി ചേർക്കുന്നത് പായസത്തിന് നല്ല കൊഴുപ്പ് കിട്ടാനാണ്. ഇനിയും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. നെയ്യ് പായസത്തിന് നല്ല ടേസ്റ്റ് തരും. ഇനിയും തേങ്ങാപ്പാൽ ചേർക്കാം. 3 വലിയ പച്ചത്തേങ്ങ പിഴിഞ്ഞ 1.5 ലിറ്റർ രണ്ടാം പാല് കുറേശ്ശെയായിട്ട് ചേർത്തിളക്കാം. പായസം ഒന്ന് തിളച്ച് വരുമ്പം രണ്ടാം പാലിൻ്റെ ബാക്കി കൂടി ചേർത്തിളക്കാം. രണ്ടാം പാലിൻ്റെ അളവ് പായസത്തിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ഇപ്പം പായസം കുറുകി വന്നിട്ടുണ്ട്. ഇനിയും പിഴിഞ്ഞു വെച്ച 1-ാം പാൽ കൂടി ചേർക്കാം. 3 കപ്പ് 1-ാം പാലാണ് നമ്മൾ ചേർത്തത്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കാതെ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനിയും പൊടിച്ചെടുത്ത കൂട്ടുകൂടി ഇതിലേക്ക് ചേർക്കുക. 1 കഷ്ണം ചുക്കും 1.5 ടീസ്പൂൺ ചെറിയ ജീരകവും 4 വലിയ ഏലക്കയും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ്. നേരത്തെ വറുത്ത് വെച്ച വറവ് കൂടി പായസത്തിലേക്ക് ചേർക്കാം. നമ്മുടെ അട കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. അടയും കടലപ്പരിപ്പും ചേർന്ന ഈ കോമ്പിനേഷൻ പായസത്തിനൊരു പ്രത്യേക രുചിയാണ് തരുന്നത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കൂ. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.